എന്ത് പണിയാ ഈ കാണിച്ചത്? മാഡം ചൂടായിട്ടാ പോയിരിക്കുന്നത്. എടോ, ദീപാരാധന സമയത്ത് ആരെങ്കിലും ജപ്പാൻ കുത്ത് കളിക്കാറുണ്ടോ? ഇല്ല. താൻ അതാ ചെയ്തത്. ധ്യാന സമയത്താ പാടുകയും ഈ കോപ്രാണ്ടി തരമൊക്കെ കാണിക്കുകയും ചെയ്ത്. വേഗം ചെന്ന് മാപ്പ് പറയും. വേഗം പോയി മാപ്പ് പറയാ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ തയ്യാറായിക്കൊള്ളൂ. ഇത്രയും ഒപ്പയ്ക്ക് പറയാനുള്ളൂ. വേഗം ചെല്ലാൻ. മാപ്പ്. എല്ലാരും പറഞ്ഞു ചെയ്തത് തെറ്റായെന്ന്. ശരിയാണെന്ന് കരുതി ചെയ്തതാണ്. ബോംബെയിലെ ഭാനുമതി സിൻഹയുടെ മകൻ സത്യചന്ദ്രൻ. അതെ. നാളെ രാവിലെ സരസ്വതിയാമം കഴിഞ്ഞ് കാണാമെന്ന് കരുതിയതായിരുന്നു. തെറ്റിച്ചു നീ അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? മാപ്പ്. ലക്നൗ ഷാമഖാനയിൽ വെച്ച് ഗുരുശരൻ മഹാപത്ര പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ഭാനുമതി സിൻഹയെ കുറിച്ച്. കണ്ടിട്ടില്ല. ഇപ്പോഴാ അറിയുന്നത് അവർക്ക് ഇങ്ങനെ ഒരു മകനുണ്ടെന്ന്. മിസ്സസ് സിൻഹ ഇപ്പോ? അച്ഛനും അമ്മയും പിരിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട് ബോംബെ ഷൺമുഖാനന്ദ ഹാളിൽ കച്ചേരി അവതരിപ്പിക്കാൻ വന്നപ്പോ കഴിഞ്ഞ ഓണത്തിന്. ആരാ ആ ഗോഷ്ഠി വേഷം നിനക്ക് തന്നത്? ആരും തന്നതല്ല, റൂമിൽ കിടക്കുന്ന കണ്ടു. കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു, എടുത്തിട്ടു. അപ്പ ആ പാട്ടോ? അതാരാ പൂജാ സമയത്ത് തന്നെ നിന്നോട് പാടാൻ പറഞ്ഞത്? അതും ആരും പറഞ്ഞതല്ല, അങ്ങനെ തോന്നിയത് മാത്രം. ഭാനുമതി സിൻഹ തന്നെയാവും ഗുരു അല്ലേ? അതെ. പിന്നെയും പല സ്ഥലത്ത്. വർഷത്തിലൊരിക്കൽ ഈ ബംഗ്ലാവിന്റെ നിശബ്ദതയിലേക്ക് വാഗ്ദേവത അനുഗ്രഹിക്കുന്ന നിമിഷമായിരുന്നു അത്. മുടങ്ങാതെ നടന്നു പോരുന്നതായിരുന്നു ആ പൂജ. ഇന്ന് നീ അത് മുടക്കി. പൊയ്ക്കോളൂ. രാവിലെ പൂജാമുറിയിലേക്ക് വാ. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ അവൻ അമ്മയുടെ പെറ്റാവൂന്ന്. അതിനിപ്പോ എന്താല്ലേ? ഒരബദ്ധം ഏത് ഡാൻസ് മാഷക്കും പറ്റും അല്ലേ കുട്ടിക്കുതിരെ? വെളുക്കാൻ തേച്ചത് പാണ്ടായി. എല്ലാത്തിനും വേണം ഈ ഓപ്പ ഓപ്പ ഓപ്പ. മനസ്സേ, നീ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നോളൂ. ആ ചെക്കനെതാ തമ്പൂര് എടുത്ത് പൂജാമുറി വെക്കണു, നിലവിളക്ക് തുടച്ചു വെക്കണു, തിരി തെറുക്കണു. എന്നും നീയല്ലേ ഇതൊക്കെ ചെയ്യാറുള്ളത്. ഇങ്ങനെ പോയാൽ ആ സുഭദ്രയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ അവനോടാവും. ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ. അങ്ങോട്ട് ചെല്ലുക. ബുദ്ധിയില്ലെന്ന് വെച്ചാ. നാദം ബ്രഹ്മമാണ്. സംഗീതം ദൈവഹിതമാണ്. ഓരോരുത്തർക്കും കിട്ടുന്ന ശബ്ദം അവനവന്റെ ജന്മവരമാണ്. അതിനെ നിതാന്തമായ സാധനയിലൂടെ, വിട്ടുവീഴ്ചകളില്ലാത്ത അനുശീലനത്തിലൂടെ, കഠിനമായ നിഷ്ഠകളിലൂടെ വളർത്തിയെടുക്കലാണ് സംഗീതത്തിന്റെ ധർമ്മം. സംഗീതം മഹാസാഗരമാണ്. ഒരു ജന്മം കൊണ്ട് അതിന്റെ അഗാധത അറിയുക അസാധ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? നാദം കൊണ്ട് പ്രപഞ്ചത്തെ ഉലയ്ക്കാം. അറ്റ വേനലിൽ അമൃതവർഷിണി രാഗം ആലപിച്ച് മഴ പെയ്യിച്ച സംഗീത വിദഗ്ധന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഉണങ്ങിക്കരിഞ്ഞ പടുമരം പൂത്തുലയാൻ തക്ക രാഗവിസ്താരങ്ങൾ നമ്മുടെ പൂർവികന്മാർ സ്വായക്തമാക്കിയിരുന്നു. നാദം കൊണ്ട് പ്രപഞ്ചത്തെ നിയന്ത്രിക്കാം. നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്താം. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണ? പറ. എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ച് പറ. അമ്മേ, ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണോന്ന് അറിയില്ല. സംഗീതം മുഴുവൻ പ്രകൃതിയിലാണ്. ഓരോ ജീവജാലത്തിനും അതിൻ്റെതായ താളവും നാദവുമുണ്ട്. ആരാണ് അവർക്കൊക്കെ സാധകം ചെയ്യിച്ചു കൊടുക്കുന്നത്? ആരാണ് അവരെ അനുഷ്ഠാനം പഠിപ്പിക്കുന്നത്? മൈനയുടെ രാഗവിസ്താരങ്ങൾ ഏത് നിഷ്ഠയുടെ ഫലമായി ഉണ്ടായതാണ്? ഞാൻ പറയുന്നതൊക്കെ ശരിയാണോ എന്തോ? ശരിയാണോന്നോ? ഇതൊക്കെ
സംഗീതത്തിന്റെ സത്യങ്ങളാണെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. എന്താ? പ്രകൃതിയിൽ നിന്നാണ് സർവ്വ സംഗീതവുമെന്ന് എങ്ങനെയോ ഞാൻ ധരിച്ചു. അതിലേക്ക് അലിഞ്ഞു ചേരൽ മാത്രമാണ് സംഗീതജ്ഞന്റെ ധർമ്മമെന്നും. ഇതൊക്കെ ഇവിടെ പറയാവൂന്ന് എനിക്കറിയില്ല. അറിയാത്തൊക്കെ പഠിക്കാനാണല്ലോ ഞാനിവിടെ വന്നിട്ടുള്ളത്. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? മടി കുറെ കൂടിയിട്ടുണ്ട് നിനക്ക്. എല്ലാം പഠിച്ചെന്നുള്ള ഹുങ്കാവും. ദാ നോക്ക്, ഇവൻ പറയുന്ന കേട്ടോ നീ? സംഗീതത്തിന്റെ രഹസ്യമായി ഇവൻ പറയുന്നത്. ഇത്രയും കാലം എന്റെ കൂടെ കഴിഞ്ഞിട്ടും ഇതൊന്നും മനസ്സിലായില്ലല്ലോ നിനക്ക്. കുട്ടികളിയാണെന്നാ വിചാരം. സ്റ്റുപ്പിഡ്. എന്നെ വിളിച്ചോ? ഇല്ല, പോയി കുളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. ലേസി ഇഡിയറ്റ്. തന്നെ ആവില്ല.